ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, വളരെ വ്യതിരിക്തമായി മനോഹാരിതയോടുകൂടി നമ്മുടെ സെഷൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ നടക്കുന്നത് നീതി, നിയമം, ഭരണഘടന, തിരുനബി മാതൃകകൾ എന്ന വിഷയത്തിലുള്ള ചർച്ചയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും ഒറ്റ വാക്കിൽ പറയുന്ന ഉത്തരമാണ് ഏറ്റവും ബൃഹത്തായ ഭരണഘടന നിലവിലുള്ള രാജ്യം എന്നുള്ളത്. ഈ ഭരണഘടന ഏറ്റവും ബൃഹത്തായത് എന്ന് പറയാനുള്ള കാരണം അതിൻ്റെ വലിപ്പം മാത്രമല്ല, മറിച്ച് അതിനെ മറ്റുള്ള ഘടനകളിൽ നിന്ന് സവിശേഷമാക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമുണ്ട്. അത് ഇന്ത്യ രാജ്യത്തിൻ്റെ മതേതരത്വം, മതനിരപേക്ഷത അഥവാ സെക്യുലറിസമാണ്. ആ സെക്യുലറിസം മറ്റു രാജ്യങ്ങളിൽ ഉണ്ടെങ്കിൽ പോലും ഇന്ത്യ രാജ്യത്തെ അതൊന്നുകൂടി മഹത്തമാക്കുന്നത് ഇന്ത്യ രാജ്യം രൂപം കൊണ്ട ആ ഒരു സമയത്തിൻ്റെ പ്രത്യേകത തന്നെയാണ്. ഒരു ഭാഗത്ത് മതത്തിൻ്റെ പേരിൽ തന്നെ ഒരു രാജ്യം രൂപീകരിക്കപ്പെടുന്ന, ആ സമയത്ത് തന്നെ അറുത്തു മാറ്റപ്പെട്ട് രൂപീകരിക്കപ്പെടുന്ന മറ്റൊരു രാജ്യം, വിഭജനാനന്തരം നടക്കുന്ന എണ്ണിയാലൊടുങ്ങാത്ത കലാപങ്ങൾ, കലാപകലുഷിതമായ ഒരു അന്തരീക്ഷം, അവിടെ തീർത്തും ഒറ്റപ്പെടേണ്ടുന്ന ന്യൂനപക്ഷങ്ങൾ അധിവസിക്കുന്ന ഈ രാജ്യം, ആ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ സംരക്ഷിക്കപ്പെടാൻ വേണ്ടി ഇതിൻ്റെ നേതാക്കൾ തയ്യാറാകുന്നു എന്ന് മാത്രമല്ല, ഇതിൻ്റെ എഴുതപ്പെട്ട ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചറായി ഇന്ത്യയുടെ സെക്യുലറിസം മാറുന്നു എന്നുള്ളതാണ്. അത് മറ്റൊരു രാജ്യത്തിനും അവകാശപ്പെടാനില്ലാത്തതാണ്. യഥാർത്ഥത്തിൽ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി റിസോൾവ്ഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻടു എ സോവറീൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് പറയുന്നിടത്തുള്ള സെക്യുലർ, അത് രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ തുടക്കത്തിൽ ആവിർഭാവത്തിൽ ഉണ്ടായിരുന്നില്ല. 42-ാം ഭരണഘടനാ ഭേദഗതിയിൽ 1976 ഇത് കൂട്ടിച്ചേർക്കപ്പെടുന്നത്. പക്ഷേ പല കേസുകളിലും സുപ്രീം കോടതി തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. SR ബൊമ്മെ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസിൽ സുപ്രീം കോടതി വളരെ സ്പഷ്ടമായി പറഞ്ഞു, സെക്യുലറിസം ഇസ് ദ ബേസിക് ഫീച്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന സവിശേഷതകളിൽ ഒന്നാണ്, ഇന്ത്യൻ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ മതനിരപേക്ഷത എന്നുള്ളത്. ഈ മതനിരപേക്ഷത ബേസിക് ഫീച്ചർ ആകുമ്പോൾ അത്തരത്തിലുള്ള ഒരു ബേസിക് ഫീച്ചറിനെ ആർട്ടിക്കിൾ 368 അനുസരിച്ച് ഏതൊരു ആർട്ടിക്കിളും വേണമെങ്കിൽ പ്രിയാമ്പിൾ തന്നെയും നമുക്ക് ഭേദഗതി വരുത്താം. പക്ഷേ കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതി വളരെ വ്യക്തമായി പറഞ്ഞു, ഒരു കാര്യം ബേസിക് ഫീച്ചർ ആണെങ്കിൽ അത് ഒരിക്കലും രാജ്യത്ത് നിന്ന് ഭരണഘടനയിലൂടെ അമെൻമെൻറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം. അപ്പോൾ അങ്ങനെ അമെൻമെൻറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ ഭരണഘടനയെ ഒരേ സമയം റിജിഡും ഫ്ലെക്സിബിളും എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. നമ്മുടെ രാജ്യത്തെ ഭരണഘടനയെ ചില ഭാഗങ്ങളെ സിമ്പിൾ മെജോറിറ്റി കൊണ്ട് തന്നെ നമുക്ക് അമെൻഡ് ചെയ്യാൻ പറ്റും. ചിലതിനെ 2/3 മെജോറിറ്റി കൊണ്ടും, ചില ഭാഗങ്ങൾ 2/3 മെജോറിറ്റിയോടൊപ്പം തന്നെ പകുതിയിലധികം സംസ്ഥാനങ്ങളുടെ അംഗീകാരം ഉണ്ടെങ്കിൽ മാത്രമേ ഭേദഗതി ചെയ്യാൻ പറ്റുള്ളൂ എന്ന സ്ഥിതിയിലാണ്. എന്നാൽ ചില ഭാഗങ്ങൾ, ബേസിക് ഫീച്ചറുകളായ ചില ഭാഗങ്ങൾ, അത് അമെൻഡ് ചെയ്യണമെങ്കിൽ ഒരിക്കലും സാധ്യമല്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ ഭരണഘടനയെ റിജിഡ് എന്ന് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന മഹത്തരം എന്ന് പറയുന്നു. പ്രോഗ്രസീവായ സൊസൈറ്റിയുടെ ഏറ്റവും വലിയ സവിശേഷതകളിൽ ഒന്നായി ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടനയെ എണ്ണുന്നു. എന്നാൽ കാലങ്ങൾക്ക് മുമ്പ് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയൊക്കെ നിലവിൽ വരുന്നതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പ്രാചീനരെന്ന് കരുതിയിരുന്ന 6-ാം നൂറ്റാണ്ടിലെ വലിയൊരു വിഭാഗം ആളുകളിലേക്ക് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സെക്യുലറിസത്തെ മനോഹരമായി ആവിഷ്കരിക്കുകയുണ്ടായി. മദീന ചാർട്ടറിനെ കുറിച്ച് ശേഷം ബഹുമാനപ്പെട്ട ഫിർദൗസ് ഉസ്താദ് സംസാരിക്കുന്നതായിരിക്കും. ആ മദീന ചാർട്ടറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന്,
ഇസ്ലാമികമായി സ്ഥാപിക്കപ്പെട്ട ഭരണകൂടത്തിൻ്റെ തലവനായിരുന്ന ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ രാജ്യത്ത് ന്യൂനപക്ഷം എന്ന് വിളിക്കാവുന്ന ഭരണത്തിലില്ലാതിരുന്ന ഇസ്ലാമിനോട് എല്ലാ നിലക്കും വൈരുദ്ധ്യം പുലർത്തുന്ന ഒരു ജനവിഭാഗത്തിൻ്റെ അവകാശങ്ങളെ മദീന ചാർട്ടറിൽ എഴുതി വച്ചു എന്നുള്ളതാണ്. അങ്ങനെ നിരവധിയായ കേസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്നു. മുസ്ലിങ്ങളും ജൂതന്മാരും തമ്മിലുള്ള തർക്കങ്ങൾ ഒരുപാട് നടന്നതായിട്ട് കാണാം. ഉദാഹരണത്തിന് വേണ്ടി ഒരു സംഭവം ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് പറഞ്ഞു വെക്കുകയാണ്. ഒരു അൻസ്വാരിയായ സഹാബി, അദ്ദേഹത്തിൻ്റെ പേരോ അദ്ദേഹത്തിൻ്റെ ഗോത്രത്തിൻ്റെ പേരോ ഞാനിപ്പോൾ തൽക്കാലം പറയുന്നില്ല. ആ അൻസ്വാരിയായ സഹാബി മറ്റൊരു സഹാബിയുടെ ഒരു പടയങ്കി മോഷ്ടിച്ചു. സ്വാഭാവികമായും ആ മോഷ്ടിക്കപ്പെട്ട അൻസ്വാരിയായ സഹാബിക്ക് ഇയാളെ സംശയം വന്നു. അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഈ കേസ് മുന്നോട്ട് വെക്കാൻ വേണ്ടി ഒരാളെ ഏൽപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ കേസിനെ കുറിച്ച് വിചാരണ നടത്താൻ ആരംഭിച്ചു. അങ്ങനെ വിചാരണ നടത്തുന്ന സമയത്ത് അൻസ്വാരിയായ ഈ മോഷ്ടിച്ച സ്വഹാബിയുടെ ഗോത്രക്കാർ ഒന്നടങ്കം ഈ മോഷ്ടിച്ച മോഷ്ടാവിന് വേണ്ടി വക്കാലത്ത് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, മോഷ്ടിച്ച് അതിനുശേഷം ഇവരൊരു പണി ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. രാത്രിയുടെ മറവിൽ ഈ പടയങ്കി കൊണ്ടുപോയിട്ട് വേറൊരു ജൂതൻ്റെ വീട്ടിൽ അദ്ദേഹം കൊണ്ടുവച്ചിരുന്നു. അപ്പം അങ്ങനെ കൊണ്ടുവച്ച സമയത്ത് അന്വേഷണത്തിന് വേണ്ടി വിചാരണയ്ക്ക് വേണ്ടി വരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കാണുന്നത് മോഷ്ടിക്കപ്പെട്ട പടയങ്കി ഈ ജൂതൻ്റെ കയ്യിലാണ്. സ്വാഭാവികമായും നഹ്നു നഹ്കുമു ബിൽ ലവാഹിർ എന്നതാണ് നമ്മുടെ പ്രിൻസിപ്പിൾ. പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ തൊണ്ടി മുതലുള്ളത് ഈ ജൂതൻ്റെ കയ്യിലാണ്. ഈ മോഷ്ടിച്ച മോഷ്ടാവിൻ്റെ ഗോത്രക്കാർ ഒന്നടങ്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്നിട്ട് പറഞ്ഞു, അല്ലയോ നബിയെ, ജൂതനായ വ്യാജനായ മോഷ്ടാവായ ഇദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ പക്ഷം പറയണോ? ഒരിക്കലും ആവശ്യമില്ല. മുസ്ലിമായ തെളിവുകളെല്ലാം അനുകൂലമായ ഞങ്ങളുടെ കുടുംബക്കാരനെയല്ലേ നിങ്ങൾ വക്കാലത്ത് പറയേണ്ടത് എന്ന് നബി തങ്ങളോട് ചോദിച്ചു. നബി തങ്ങൾ ആത്മീയ നേതാവാണെങ്കിൽ പോലും ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണ്. തെളിവുകൾ കൊണ്ടല്ലാതെ ഒരിക്കലും സംസാരിക്കാൻ സാധ്യവുമല്ല. തെളിവുകൾ ജൂതനെതിരുമാണ്. ആ സമയത്ത് ജൂതനെതിരായി ബഹുമാനപ്പെട്ട ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിധിക്കുകയുണ്ടായി. ഈ ഒരു അനീതി, പ്രത്യക്ഷത്തിൽ അനീതിയായി തോന്നുന്ന ഒരു കാര്യം സംഭവിച്ചപ്പോൾ അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന വഹി ഇറക്കി. നിസാ സൂറത്തിൻ്റെ 105 മുതൽ 115 വരെയുള്ള 10ഓളം ആയത്തുകൾ ഈ വിഷയത്തിൽ വളരെയധികം ചിന്തിക്കേണ്ടതുണ്ട്. മുസ്ലിങ്ങളല്ലാത്തവരെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണമെന്ന് പറയുന്നുണ്ട് ഖുർആനിനെ കുറിച്ച്. കാഫിറിനെ കണ്ടെടുത്ത് വെച്ച് വെട്ടണമെന്ന് പറയാറുണ്ട്. മുസ്ലിങ്ങളല്ലാത്തവരോടൊക്കെ ഈർഷ്യയും ദേഷ്യവും വെച്ച് പുലർത്തുന്നവരാണ് മുസ്ലിങ്ങൾ എന്ന പ്രചരണം വ്യാപകമായി മുസ്ലിങ്ങൾക്കെതിരെ നടക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരു ഖുർആനിൽ മുസ്ലിങ്ങൾക്കെതിരായിട്ട് ലാ തകുൻ ലിൽ ഖായിനീന ഖസീമ എന്നാണ് അതിലെ ഒരു വാചകം. നിങ്ങൾ ഒരിക്കലും വ്യാജന്മാർക്ക് വേണ്ടി, വഞ്ചകന്മാർക്ക് വേണ്ടി വക്കാലത്ത് പറയരുതേ നബിയെ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൻ്റെ ഒരു ആയത്തിൽ പറയുന്നത്. ഇത്തരത്തിൽ മുസ്ലിമായ ആളുകൾക്കെതിരെ നീതിക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ശക്തമായി നിങ്ങൾ നിലകൊള്ളണം എന്ന് ആവർത്തിച്ചുകൊണ്ട് നബി തങ്ങളോട് ആവശ്യപ്പെടുന്ന 10ഓളം ആയത്തുകൾ ഇന്നും വിശുദ്ധ ഖുർആനിലുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് സെക്യുലറിസം, മതനിരപേക്ഷത, രാജ്യത്തിൻ്റെ നിയമത്തിൻ്റെ മുമ്പിൽ ഓരോ മതവിശ്വാസിയും തുല്യനാണ് എന്ന സങ്കല്പത്തെ ലോകത്തിന് മുമ്പിൽ മനോഹരമായി ആവിഷ്കരിച്ച ഏതൊന്നിലും പോലെ ഏറ്റവും മനോഹരമായ മാതൃക അത് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ജാബിർ ബിൻ അബ്ദുല്ലാഹിൻ്റെ തങ്ങളുടെ ഒരു ചരിത്രമുണ്ട്. ജൂതനോട് കടം വാങ്ങി തിരിച്ചു കൊടുക്കാത്തൊരു സംഭവം. അങ്ങനെ ജാബിർ ബിൻ അബ്ദുല്ല എന്ന് പറയുന്നത് അള്ളാഹിൻ്റെ റസൂലിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇഷ്ടപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹത്തിന് കൊടുക്കാൻ ഒരു നിർവാഹവുമില്ല. ആ സമയത്ത് ജൂതനോട് പോയിട്ട് രാജ്യത്തിൻ്റെ ഭരണാധികാരിയായ, സാമ്രാജ്യത്തിൻ്റെ അധിപനായ ബഹുമാനപ്പെട്ട ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തോട് സമയം ചോദിക്കുന്നു ജാബിർ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി. ജൂതൻ പറയുന്നു പറ്റില്ല. ആരോടാണ് പറയുന്നത്? രാജ്യത്തിൻ്റെ ഭരണാധികാരിയോട്, കേവലം പ്രജയായ ഈ ജൂതൻ പറയുന്നു പറ്റില്ല. ആ സമയത്ത് നബി തങ്ങളുടെ ഈഗോ അവിടെ പ്രവർത്തിച്ചില്ല.
വളരെ വിനയാന്വിതനായി വീണ്ടും ആവശ്യപ്പെട്ടു. അദ്ദേഹം അംഗീകരിക്കുന്നില്ല. പിന്നെ എന്താണ് വഴി? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ജൂതനായ മനുഷ്യനോട് പിന്നീട് ഒന്നും പറയാതെ ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് എങ്ങനെയെങ്കിലും നിങ്ങൾ ആ പൈസ കൊടുത്ത് വീട്ടണമെന്ന് ആവശ്യപ്പെടുന്നതാണ് പിന്നീട് ചരിത്രത്തിൽ കാണുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇത്രമേൽ പക്ഷപാതിത്വമില്ലാതെ, സ്വജനപക്ഷപാതിത്വം ഇന്ന് വളരെ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു പ്രവർത്തനവുമില്ലാതെ വളരെ നീതിയുക്തമായി സെക്യുലറിസം, മതനിരപേക്ഷതയെ, നീതിയെ വളരെ മനോഹരമായി ലോകത്തിന് പ്രവൃത്തിപഥത്തിലൂടെ കാണിച്ചു കൊടുക്കുകയായിരുന്നു ബഹുമാനപ്പെട്ട ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നീതിക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവർത്തിച്ചത് നുബുവത്തിന് ശേഷം മാത്രമല്ല. ഹിൽഫുൽ ഫുളൂൽ എന്ന് പറയുന്ന ഒരു പ്രശസ്തമായ ഒരു കരാറുണ്ട്. യഥാർത്ഥത്തിൽ പണ്ട് ആസിബിന് വായിൽ എന്ന് പറയുന്ന അംറുബിന് ആസിന്റെ പിതാവ്, അദ്ദേഹം യമനിൽ നിന്ന് വന്ന ഒരു വ്യാപാരിയുടെ കച്ചവടച്ചരക്ക് വാങ്ങി പൈസ കൊടുക്കാതെ പറ്റിച്ച സമയത്ത് ഈ കച്ചവടക്കാരൻ മക്കയിലുള്ള ഖുറൈശി പ്രമുഖന്മാരുടെ അടുത്ത് ചെന്ന് സഹായം അഭ്യർത്ഥിച്ചു. ഇദ്ദേഹം ഖുറൈശികളുടെ കൂട്ടത്തിലെ വലിയ സമ്പന്നനും പ്രമാണിയുമാണ്. അദ്ദേഹത്തിൻ്റെ ഒപ്പമല്ലാതെ എവിടെ നിന്നോ വന്ന വഴിപോക്കനായ വരത്തനായ യമനിലെ കച്ചവടക്കാരന് വേണ്ടി നിലകൊള്ളാൻ ഇവർ തയ്യാറായില്ല. ആ സമയത്ത് അദ്ദേഹം മലമുകളിൽ ചെന്നിട്ടൊരു പദ്യം ചൊല്ലിയത് ചരിത്രത്തിൽ കാണുന്നുണ്ട്. വളരെ വേദനയോട് ചൊല്ലിയ ഒരു പദ്യം. ഈ പദ്യം കേട്ടുകൊണ്ട് നബി തങ്ങളുടെ കുടുംബം, പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അന്ന് 20 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുൻകൈ എടുത്തുകൊണ്ട് മക്കക്കാരെല്ലാവരും ഏകോപിച്ചുകൊണ്ടൊരു കരാറുണ്ടാക്കി. അതാണ് ഹിൽഫുൽ ഫുളൂൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ കരാർ ആരും ആരെയും അന്യായമായി ആക്രമിക്കരുത്, ഒരാളുടെയും അവകാശങ്ങളെ കവർന്നെടുക്കരുത് എന്ന് കൃത്യമായി സൂചിപ്പിക്കുന്ന കരാറായിരുന്നു. അപ്പൊ ഈ കരാർ നബിതങ്ങളുടെ നുബുവത്തിന് മുമ്പ് തന്നെ നബിതങ്ങൾ മുമ്പോട്ട് വെച്ചു എന്ന് പറയുമ്പോൾ നബിതങ്ങളുടെ നീതിബോധം എത്രയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മാത്രവുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന്റെ ശേഷം ഇതുപോലൊരു കച്ചവടക്കാരൻ അബൂജഹലിന്റെ അടുത്ത് വന്നിട്ട്, അബൂജഹൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ ഒരു പരാക്രമിയാണ്. അദ്ദേഹം പൈസ കൊടുക്കാതെ പറ്റിച്ചപ്പോ ഈ കച്ചവടക്കാരൻ വളരെയധികം ബേജാറിലായിപ്പോയി. മക്കക്കാരോട് സഹായം അഭ്യർത്ഥിച്ച് കിട്ടിയില്ല. മക്കക്കാർ പരിഹസിക്കാൻ വേണ്ടി അവിടെ നിന്ന് വന്ന ആ കച്ചവടക്കാരനോട് പറഞ്ഞു, നിസ്കരിക്കാൻ പള്ളിയിലേക്ക് അല്ലെങ്കിൽ നിസ്കരിക്കുന്ന സ്ഥലത്തേക്ക് ഒരാൾ വരും, അയാളോട് പറഞ്ഞാൽ മതി, അയാൾ നിങ്ങൾക്ക് വാങ്ങിത്തരും. പരിഹസിച്ചതാണ്. അങ്ങനെ ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നപ്പോൾ നബി തങ്ങളോട് ഈ കാര്യം പറഞ്ഞു. നബി തങ്ങൾ ഇത് കേട്ട മാത്രമേ ഇദ്ദേഹത്തെയും കൊണ്ട് അബൂജഹലിന്റെ വീട്ടിലേക്ക് പോയി. അത്രയും വീരനായ അബൂജഹലിനോട് വളരെ ശക്തമായി അവിടുന്ന് ആവശ്യപ്പെട്ടു, അവകാശം വാങ്ങിയെടുത്തു എന്ന് ചരിത്രത്തിൽ കാണാം. അപ്പൊ ഇങ്ങനെ നീതിക്ക് വേണ്ടി ശബ്ദിച്ചതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ പണ്ട് ഖുറൈശി ഗോത്രത്തിലെ ഹദീസുകളിലൊക്കെ വിവരിച്ച സംഭവമാണ്. ഖുറൈശികളിലെ ഒരു പെണ്ണ് സാധാരണ ആളുകളിൽ നിന്നൊക്കെ കടം വാങ്ങി തിരിച്ചു കൊടുക്കാൻ ചോദിക്കുന്ന സമയത്ത് അത് നിഷേധിക്കും. അവരുടെ ഒരു പതിവാണ്. അങ്ങനെ നിരന്തരമായി ആവർത്തിക്കപ്പെട്ട സമയത്ത് ഈ കേസ് ഭരണാധികാരിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ്. അങ്ങനെ എത്തിയ സമയത്ത് ബഹുമാനപ്പെട്ട ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കട്ടതിന് ശിക്ഷ എന്ന് പറയുന്നത് കൈമുറിക്കലാണ്. അപ്പോൾ ഈ പെണ്ണ് മഖ്സൂമി എന്ന് പറയുന്ന ആ അന്നത്തെ ഉന്നത കുലജാതയായ ഒരു സ്ത്രീയാണ്. അവരെ ഗോത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ കൈമുറിക്കപ്പെടുക എന്ന് പറയുന്ന അവർക്ക് നാണക്കേടാണ്. അപ്പൊ അങ്ങനെ വന്ന സമയത്ത് ആ ഗോത്രക്കാരെല്ലാം കൂടി ബഹുമാനപ്പെട്ട ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരുമയായ സ്വഹാബിയെ കൊണ്ട് ശുപാർശ ചെയ്യിക്കാൻ വേണ്ടി അവർ തീരുമാനിച്ചു. നബി തങ്ങളുടെ അടുക്കലേക്ക് ഈ സ്വഹാബി വന്ന് ശുപാർശ ചെയ്യുമ്പോൾ അന്ന് നബി തങ്ങൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചത്, പണ്ട് കാലത്ത് നമുക്ക് മുമ്പുണ്ടായിരുന്ന സമുദായങ്ങൾ, അവരിലെ ഉന്നതരായ ആളുകൾ തെറ്റ് ചെയ്യുമ്പോൾ അതിനെ മൂടിവെക്കുകയും പാവപ്പെട്ടവർ തെറ്റ് ചെയ്യുമ്പോൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ് അവർ നശിപ്പിക്കപ്പെട്ടത്. അത്തരമൊരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് എന്നോട് ആവശ്യപ്പെടാൻ എങ്ങനെ ധൈര്യം വന്നു എന്ന തരത്തിലാണ് അന്ന് ചോദിച്ചത്. ഈ ചോദ്യം ഇന്നത്തെ വർത്തമാനകാല രാഷ്ട്രീയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ പരിശോധിക്കുമ്പോൾ വളരെയധികം പ്രസക്തിയുള്ളതാണ്.
ഇത്തരത്തിൽ നീതിക്ക് വേണ്ടി എല്ലാ കാലങ്ങളിലും വളരെ ശക്തമായി നിലകൊണ്ട ബഹുമാനപ്പെട്ട ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എക്കാലത്തും അവിടുത്തെ വചനങ്ങളും അവിടുത്തെ പ്രവർത്തനങ്ങളും ഒക്കെ മാതൃകയാണ്. ഇൻഷാ അല്ലാഹ് മദീന ചാർട്ടറിനെ കുറിച്ചുള്ള കൂടുതൽ ഭാഗങ്ങളൊക്കെ ഫിർദൗസ് ഉസ്താദ് സംസാരിക്കും. ഞാൻ മൈക്ക് കൈമാറുന്നു. തിരുദൂതരുടെ മതേതരത്വ കാഴ്ചപ്പാടുകളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് പ്രാഥമികമായി നമ്മുടെ ചർച്ചകളിലേക്ക് കടന്നു വരുന്ന ഏറ്റവും ആദ്യഘട്ടം എന്നുള്ളത് തന്നെ മദീന ചാർട്ടറാണ് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ആദ്യം മദീന ചാർട്ടറിൻ്റെ അകത്തേക്കുള്ള അതിലെ പ്രൊവിഷനുകളിലേക്ക് വരുന്നതിൻ്റെ മുമ്പേ എങ്ങനെയാണ് ചാർട്ടർ നമുക്കൊരു ഭരണഘടനയായിട്ട് നിർവചിക്കാൻ സാധിക്കുക എന്നുള്ളിടത്തേക്ക് സംസാരിക്കാൻ വിചാരിക്കുന്നു. യഥാർത്ഥത്തിൽ നിയമവിദ്യാർത്ഥികളൊക്കെ തന്നെയും പഠിക്കുന്ന സമയത്ത് ഒരു പക്ഷേ നമുക്ക് ആദ്യ കോൺസ്റ്റിറ്റ്യൂഷൻ ഏതായിരുന്നു, നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഹിസ്റ്ററിയൊക്കെ സംസാരിച്ച് നമ്മൾ ആരംഭിക്കുന്ന സമയത്ത് നമ്മളൊക്കെ കേട്ട് പരിചയിച്ചുള്ള ഒരു പദമാണ് മാഗ്ന കാർട്ടയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ആദ്യ രൂപം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മാഗ്ന കാർട്ട നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു രൂപമായിട്ട് മുമ്പോട്ട് വെക്കാം എന്നുള്ളതൊക്കെ നിയമവിദ്യാർത്ഥികൾ അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് പഠിച്ചു വരുന്നൊരു ഭാഗമാണ്. യഥാർത്ഥത്തിൽ 1215 ഞാൻ ഓർക്കുന്നത്. അതിൽ ഇംഗ്ലണ്ടിൽ കിങ് ജോണിൻ്റെ നേതൃത്വത്തിലുള്ള അവിടുത്തെ രാജാവിനെതിരെ നടക്കുന്ന സമരങ്ങളുടെ ഭാഗമായിട്ടാണ് മാഗ്ന കാർട്ട രചിക്കപ്പെടുന്നത്. അത് കേവലം ഒരു പത്രിക മാത്രമാണ്. അഥവാ അവിടെയുള്ള തൊഴിലാളികളുടെ അവകാശങ്ങൾ അവർക്ക് അനുവദിച്ചു കൊടുക്കുന്ന ഒരു പത്രികയാണ് യഥാർത്ഥത്തിൽ മാഗ്ന കാർട്ട എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഹിസ്റ്ററി, ഭരണഘടനയുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നമ്മുടെ മുമ്പിലേക്ക് ആദ്യമായി പരിചയപ്പെടുത്തുന്ന ആദ്യ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് മാഗ്ന കാർട്ടയാണ്. എന്നാൽ അതിനൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലെത്തുന്നു. മദീനയിലെത്തിയ ശേഷം അവിടെയുള്ള ഇതര സമുദായങ്ങളും സമൂഹങ്ങളുമായിട്ട് കൂടിയാലോചിച്ചുകൊണ്ട് അവരുമായി തയ്യാറാക്കുന്ന ഒരു ഉടമ്പടി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. പ്രാഥമിക അർത്ഥത്തിൽ അവരോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഉടമ്പടി എന്ന് വിശേഷിപ്പിക്കുന്ന ഭരണഘടനയുടെ ആശയങ്ങൾ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അത് കേവലം ഏതെങ്കിലും സമരങ്ങളുടെ പുറത്ത്, നമ്മൾ മാഗ്ന കാർട്ടയെ നമ്മൾ ആദ്യ ഭരണഘടന എന്ന് ചേർത്ത് വിളിക്കുമ്പോൾ അതിനെ ചാർട്ടറുമായി നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും സമരങ്ങളുടെ പുറത്തോ ഏതെങ്കിലും പ്രതിഷേധങ്ങളുടെ പുറത്ത് അവരുടെ അവകാശങ്ങളെ വകവെച്ച് നൽകുകയായിരുന്നില്ല യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിരുന്നത്. മദീനയിൽ എത്തിയ ശേഷം ഔസ് ഹസ്റജ് ഗോത്രങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ രമ്യമായ പരിഹാരങ്ങൾ കണ്ടെത്തി അവരെ കൂടെ നിർത്തി മുസ്ലിം സമൂഹം ഒരു ഭൂരിപക്ഷ സമൂഹമായി അവിടെ നിലനിൽക്കുന്ന സമയത്താണ് അവിടെയുള്ള ന്യൂനപക്ഷങ്ങളായ ഇതര മതസ്ഥരായ ജൂതഗോത്രങ്ങളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചർച്ചകളിലേക്ക് കടന്നു വരുന്നത്. ആ സമയത്ത് മദീന എന്നുള്ള ഒരു രാഷ്ട്ര സംവിധാനമാക്കി രൂപപ്പെടുത്തുന്നു. ആ സമയത്ത് തന്നെ രാഷ്ട്രത്തിലെ പൗരന്മാരെന്നുള്ള നിലക്ക് ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം ഇവിടെ രേഖപ്പെടുത്തി വെക്കണമെന്നുള്ള ഒരു ആലോചനയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ അത്തരമുള്ള ഒരു പത്രിക പിറക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് തന്നെ ഗോത്രത്തലവന്മാരായിട്ടുള്ള ജൂതഗോത്രത്തിലടക്കമുള്ള ആളുകളുടെ ലീഡേഴ്സ്, അതിൻ്റെ നേതാക്കന്മാരുമായി കൂടിയാലോചന നടത്തി അതിനൊരു ജനാധിപത്യ സ്വഭാവം കൊണ്ടുവന്നു ആ പത്രികക്ക്. അങ്ങനെയാണ് അതിലുള്ള ഓരോ ക്ലോസുകൾ 2 ഘട്ടങ്ങളിലായിട്ട് ചാർട്ടറിലെ ക്ലോസുകൾ എഴുതി ചേർക്കുന്നത്. പക്ഷേ അതിലെ ചാർട്ടറിലെ ക്ലോസുകളൊക്കെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നാം തന്നെ അത്ഭുതപ്പെട്ടു പോകും. കാരണം പുതിയ കാലത്ത് നമ്മൾ ഭരണഘടനയുടെ അടിസ്ഥാനം എന്ന് വിശേഷിപ്പിക്കുന്ന പല ഘടകങ്ങളെയും അതിനെ ആത്യന്തികമായി അതിൻ്റെ ഏറ്റവും മനോഹരമായ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിൽ ആവിഷ്കരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഏറ്റവും പ്രധാനമായിട്ട് നമുക്കറിയാം, പൗരത്വം എന്നുള്ളതാണ് ഒരു വ്യക്തിയുടെ ഒരു രാജ്യത്തെ ഏറ്റവും വലിയ അടിസ്ഥാനമായ ഒരു മൂലഘടകം എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ചാർട്ടർ, ഈ പത്രികയിൽ അതിൻ്റെ 2ാമത്തെ ഖണ്ഡികയിൽ എഴുതി ചേർക്കുന്നത് ഇവിടെയുള്ള എല്ലാ മനുഷ്യരും ഈ രാജ്യത്തെ പൗരന്മാരായി അംഗീകരിച്ചുകൊണ്ടാണ് ആ പത്രിക ആരംഭിക്കുന്നത്. എത്ര മനോഹരമാണെന്ന് നോക്കൂ. ഈ പൗരത്വം എന്നുള്ളൊരു ആശയം യഥാർത്ഥത്തിൽ അമേരിക്കയിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ 1615 14ാമത്തെ ഭേദഗതിയിലൂടെയാണ് അമേരിക്ക ആ പൗരത്വം എന്ന സങ്കല്പത്തെ ആദ്യമായിട്ട് അവരുടെ ഭരണഘടനയിൽ അവതരിപ്പിക്കുന്നത്. നബിതങ്ങൾ തൻ്റെ പത്രിക ആരംഭിക്കുന്നത് തന്നെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു രാജ്യത്ത്, ആ രാജ്യത്ത് ഒരു വ്യക്തി ജീവിക്കുന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ആ വ്യക്തിയുടെ ആവശ്യം എന്നുള്ളത് ആ രാജ്യത്തെ പൗരനായിരിക്കുക എന്നുള്ളതാണ്. ആ പ്രഖ്യാപനത്തോടു കൂടിയാണ്
യഥാർത്ഥത്തിൽ നബിതങ്ങൾ ആ ഒരു ഭരണഘടനയുടെ ആരംഭം കുറിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതിനുശേഷം അതിലെ ഓരോ ഗോത്രങ്ങൾക്ക് വിഭാഗങ്ങൾക്കുള്ള പ്രത്യേക അവകാശങ്ങളെ അവരുടെ റൈറ്റ്സിനെ എടുത്ത് പറയുന്നു. അവരുടെ ഡ്യൂട്ടീസ് എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്ത് പൗരനായി നിൽക്കുന്ന സമയത്ത് അവർ രാജ്യത്തോട് എന്തെല്ലാം കടമകൾ അവർ നിർവഹിക്കേണ്ടതുണ്ട്, ആ സൈന്യവുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് അവരെങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, ഒരു പൗരൻ എന്നുള്ള നിലയിൽ അവർക്ക് എന്തെല്ലാം കടമകൾ അവർ പ്രവർത്തിക്കാനുണ്ട് എന്നുള്ളതൊക്കെ ആ പത്രികയിൽ കൃത്യമായി വരച്ചു വെച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിലേറ്റവും മറ്റൊന്ന് പ്രധാനമായിട്ടുള്ളൊരു ഘടകമാണ് നേരത്തെ നമ്മുടെ നാസർ ഉസ്താദ് സംസാരിച്ച് തുടങ്ങിയപ്പോൾ മതനിരപേക്ഷതയെക്കുറിച്ച്, നമ്മുടെ സെക്യുലറിസത്തിനെ കുറിച്ച് സംസാരിച്ചു, മതേതരത്വത്തെക്കുറിച്ച് സംസാരിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ മദീനയിലെ നബിതങ്ങൾ പത്രിക രൂപപ്പെടുത്തുമ്പോൾ ഒരു സാഹചര്യം, നബിതങ്ങൾ ഒരു രാഷ്ട്ര നേതാവായിട്ട് നിലനിൽക്കുന്നു, മുസ്ലിങ്ങൾ ഒരു ഭൂരിപക്ഷ സമൂഹമായിട്ട് നിലനിൽക്കുന്നു, ഇതര മതസ്ഥർ കേവലം ഒരു ന്യൂനപക്ഷമായിട്ട് മാത്രം നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഭരണഘടനയിലെ 25ാമത്തെ ഖണ്ഡികയിൽ ഈ രാജ്യത്ത്, മദീന എന്ന രാജ്യത്ത് അവർക്ക്, ജൂതന്മാർക്ക് അവരുടേതായ മതം അനുഷ്ഠിക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട് എന്ന് നബിതങ്ങൾ 25ാമത്തെ ചാർട്ടറിൻ്റെ ഖണ്ഡികയിൽ എഴുതി വെക്കുന്നത്. നാം ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ തന്നെ 25ാമത്തെ ആർട്ടിക്കിളിൽ നമ്മൾ ആ റൈറ്റ് ടു റിലീജിയനെ, അതും നമ്മുടെ പ്രിയാമ്പിളിലെ സെക്യുലറിസം എന്നുള്ള ആശയത്തിനെയൊക്കെ നമ്മൾ എത്രത്തോളം നിലവിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ആലോചിക്കുക. അതുമാത്രമല്ല, ഒരു ഇസ്ലാമിക രാഷ്ട്ര സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക വിശ്വാസി സമൂഹത്തിന് ഇതര മതസ്ഥരോടുള്ള കാഴ്ചപ്പാടുകൾ എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് സംവാദങ്ങൾ നിരന്തരമായി നമ്മുടെ സമൂഹത്തിനിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു കാലഘട്ടത്തിലാണ് 1500 വർഷങ്ങൾക്ക് മുമ്പ് നബിതങ്ങൾ ഇത്തരത്തിൽ ഒരു പത്രിക രൂപീകരിക്കുമ്പോൾ ഒരു രാഷ്ട്ര സംവിധാനത്തെ അതിൻ്റെ ആ രാഷ്ട്രത്തിൽ ജീവിക്കുന്ന ജനങ്ങളുടെ അവകാശങ്ങളെയും അവരുടെ ഉത്തരവാദിത്തങ്ങളെയൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ ജൂതന്മാർക്ക് അവരുടെ മതവുമായിട്ട് മുമ്പോട്ട് പോകാം, അവർക്ക് അവരുടെ മതവിശ്വാസത്തിനുള്ള അവകാശമുണ്ട് എന്ന് നബിതങ്ങൾ ചേർത്ത് വായിക്കുന്നത് ആ ഒരു കാലഘട്ടത്തിലാണ്. അതോടൊപ്പം അതിനോട് സമാനമായിട്ട് തന്നെയുള്ള ഒരുപാട് കാഴ്ചപ്പാടുകളെയും ആശയങ്ങളെയും മദീനയുടെ അകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് കേവലം ഇതൊരു ഭരണഘടനയാണ് എന്നുള്ളത് നമ്മുടെ ഒരു അവകാശവാദം മാത്രമായിട്ട് നമ്മൾ മുമ്പോട്ട് വെക്കുന്ന ഒരു കാര്യമല്ല എന്ന് ചരിത്രത്തിൻ്റെ നമുക്ക് അതിൻ്റെ ടെക്സ്റ്റുകളൊക്കെ, റിസർച്ചുകൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രൊഫസർ മുഹമ്മദ് ഹമീദുള്ളയെ പോലുള്ള ആളുകൾ, അതുപോലെ തന്നെ ഫാത്തി ഉസ്മാനെ പോലെയുള്ള ഒരുപാട് ഹിസ്റ്റോറിയൻ, ചരിത്രകാരമായിട്ടുള്ള ആളുകളൊക്കെ തന്നെയും ഇതിൻ്റെ ഈ ചാർട്ടറിൻ്റെ ഉള്ളടക്കവും അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിച്ച ശേഷം അതിന് കൃത്യമായിട്ട് ഒരു ഭരണഘടനയായിട്ട് തന്നെയാണ് അവരെല്ലാവരും അടയാളപ്പെടുത്തിയിട്ടുള്ളത് എന്ന് നമുക്കതിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെയാണ് ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശങ്ങൾ, അടിമകളെ കുറിച്ച് പോലും നബി തങ്ങൾ ഭരണഘടനയിൽ ആ ചാർട്ടറിൽ സംസാരിച്ചിട്ടുണ്ട്. അടിമകളോട് നിങ്ങൾ എങ്ങനെയാണ് പെരുമാറേണ്ടത്, അവർക്കുള്ള അവകാശങ്ങളെ കുറിച്ച് പറഞ്ഞു. എന്താണ് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ അവരെ ട്രീറ്റ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ നിങ്ങളുടെ നാട്ടിലേക്ക് വിരുന്നെത്തുന്ന അതിഥികളോട് നിങ്ങൾ എങ്ങനെ പെരുമാറണം, അവരോട് നിങ്ങൾ എങ്ങനെ സമീപിക്കണം, അവർക്ക് നിങ്ങൾ നൽകേണ്ട പരിഗണനകളെക്കുറിച്ച്, ഇത്തരത്തിൽ ന്യൂനപക്ഷ അവകാശങ്ങളെക്കുറിച്ചും പൗരത്വത്തെക്കുറിച്ചും മതാവകാശത്തെക്കുറിച്ചും ഒക്കെയും ഓരോരുത്തരുടെ അവകാശങ്ങളെക്കുറിച്ച്, കടമകളെക്കുറിച്ചെല്ലാം ഇത്രയേറെ വിപുലമായി സംസാരിക്കുന്ന ഒരു പത്രികയാണ് യഥാർത്ഥത്തിൽ ആദ്യഘട്ടത്തിൽ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്തിയ ഉടനെ അവിടെ രൂപകൽപ്പന ചെയ്യുന്നത് എന്നുള്ളത് നമ്മുടെ ചാർട്ടറിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത് കേവലം ഒരു പത്രിക എന്നുള്ള നിലക്ക് മാത്രമായിരുന്നില്ല. നബിതങ്ങളുടെ ജീവിതത്തിലുടനീളം നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ചരിത്ര സന്ദർഭങ്ങളിലെല്ലാം നബിതങ്ങൾ പുലർത്തി പോന്നിരുന്ന ഒരാശയം കൂടിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. നിയമത്തിൻ്റെ ചട്ടക്കൂടുകൾക്കകത്ത് നിന്നുകൊണ്ട് നാം ഇന്ന് നിർവചിക്കുന്ന നിയമത്തിൻ്റെ അടിസ്ഥാന ഘട്ടങ്ങളായിട്ട് പരിചയപ്പെടുത്തുന്ന, അല്ല അടിസ്ഥാന ഘടകങ്ങളായിട്ട് പരിചയപ്പെടുത്തുന്ന കാര്യങ്ങളിലെല്ലാം കൃത്യമായ ഒരു നേർരേഖ ആ ഒരു സമയത്ത് നബിതങ്ങൾ വരച്ചു കാണിച്ചിരുന്നു എന്നുള്ളതാണ് ഇത്തരം ചരിത്ര സന്ദർഭങ്ങൾ നമ്മളോട് സൂചിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതേത് വിഷയങ്ങൾ എടുക്കുമ്പോഴും അതിലെ സമ്പൂർണ്ണ മാതൃകയായി നബിതങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇതേ വേദിയിൽ തന്നെ 100ഓളം കവിതകൾ അവതരിപ്പിക്കപ്പെടുന്നുണ്ടാകും. ആ 100 കവിതകളും 100 വിഷയത്തിലുള്ളതായിരിക്കും. പക്ഷേ ഓരോരോ വിഷയത്തിലും ഏറ്റവും സമ്പൂർണ്ണമായ മാതൃക ബഹുമാനപ്പെട്ട ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരിക്കും എന്നുള്ളതാണ് സത്യം. അതിനപ്പുറം ഒരു സത്യം ഇല്ല. ആ സമയത്ത് നമ്മൾ ആലോചിക്കേണ്ടത്, ഇപ്പോൾ നിയമത്തിലേക്ക് കടക്കുമ്പോൾ ജുഡീഷ്യൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. യഥാർത്ഥത്തിൽ നിയമങ്ങൾക്ക്, ആധുനിക അല്ലെങ്കിൽ അതിനു മുമ്പുള്ള നിയമങ്ങൾക്കൊക്കെയുള്ള ഒരു പരിമിതിയാണ് എല്ലാ ലോകത്തുള്ള പ്രശ്നങ്ങളെയും നിയമത്തിന് പറഞ്ഞു വെക്കാൻ സാധിക്കില്ല എന്നുള്ളത്. എല്ലവും പറഞ്ഞു വെക്കുക എന്നുള്ളത് അസാധ്യമാണ്. കാരണം ഇതൊക്കെ മനുഷ്യനിർമ്മിതമാണ്. ഓരോ ദിവസവും പുതിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു ന്യായാധിപൻ അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് പുതിയൊരു പ്രശ്നമുണ്ടാകുമ്പോൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് ചോദ്യം.
ആ ചെയ്യേണ്ടുന്ന സംഗതികളെയാണ് നമ്മൾ ജുഡീഷ്യൽ സ്റ്റാൻഡേർഡുകൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. അതായത് നിലവിലുള്ള നിയമത്തിൻ്റെ ചട്ടക്കൂടുകളിൽ ഒതുങ്ങാത്ത ഒരു പുതിയൊരു പ്രതിസന്ധി ഒരു ന്യായാധിപൻ്റെ മുമ്പിലേക്ക് എത്തുമ്പോൾ ആ ന്യായാധിപൻ അതിൻ്റെ സകല വശങ്ങളെയും പരിശോധിച്ച് പുതിയതായി ഒരു തത്വം രൂപീകരിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ജുഡീഷ്യൽ സ്റ്റാൻഡേർഡ് എന്ന് വിളിക്കുന്നു. ഇപ്പം നിയമത്തിലേക്ക് കടക്കുമ്പോൾ നിയമത്തിന് പ്രധാനമായും 3 സോഴ്സുകളാണ് നമ്മൾ എണ്ണാറുള്ളത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സോഴ്സുകളിലൊന്ന് പ്രീസിഡൻ്റാണ്. ഈ പ്രീസിഡൻ്റ് നിയമമാണ്. ലെജിസ്ലേഷൻ പോലെ, കസ്റ്റം പോലെ മറ്റൊരു നിയമത്തിൻ്റെ പ്രധാനപ്പെട്ട സോഴ്സാണ് പ്രീസിഡൻ്റ്. ഈ പ്രീസിഡൻ്റ് യഥാർത്ഥത്തിൽ ഒരു ജഡ്ജ്, ഒരു ന്യായാധിപൻ, അദ്ദേഹത്തിൻ്റെ ജുഡീഷ്യൽ മൈൻഡ് ഓരോ കേസിലും അപ്ലൈ ചെയ്ത് അയാളുണ്ടാക്കുന്ന പ്രിൻസിപ്പിളാണ് യഥാർത്ഥത്തിൽ പ്രീസിഡൻ്റായി മാറുന്നത്. അത് നിയമമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ജുഡീഷ്യൽ സ്റ്റാൻഡേർഡുകളിൽ തിരുനബിയുടെ സ്വാധീനം എന്ന് പറയുന്നത് വളരെ വ്യക്തമാണ്. ഏതേത് വിഷയങ്ങൾ എടുത്തു നോക്കിയാലും നമുക്കത് വളരെ സ്പഷ്ടമായി തന്നെ കാണാൻ സാധിക്കും. ഇപ്പോൾ 1889 ന്യൂയോർക്കിൽ നടന്ന ഒരു കേസുണ്ട്. അത് റിഗ്സ് വേഴ്സസ് പാൽമർ എന്ന് പറയുന്ന ഒരു കേസായിരുന്നു. ആ കേസിൽ സംഭവിച്ചത് റിഗ്സ് അതേപോലെ തന്നെ മിസ്സിസ് പ്രിസ്റ്റൺ എന്ന് പറയുന്ന 2 യുവതികളാണ് പ്ലൈൻറ്റിഫായി വന്നത്. അവർ രണ്ടാളും സഹോദരിമാരാണ്. അവരുടെ സഹോദരൻ നേരത്തെ മരിച്ചിരുന്നു. ആ സഹോദരൻ്റെ മകന് വേണ്ടി അവർ രണ്ടാളുടെയും പിതാവ് ഒരു വലിയ ഭാഗം വില്ലായി എഴുതി വച്ചിരുന്നു, വസിയത്തായി എഴുതി വച്ചിരുന്നു. അപ്പോൾ ചെറിയൊരു പോർഷൻ 2 പെൺമക്കൾക്ക് കൊടുത്ത് 3ാമത്തെ വലിയൊരു പോർഷൻ നേരത്തെ മരിച്ച മകന് വേണ്ടി എഴുതി വെച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഫാക്റ്റ്. അപ്പോൾ അങ്ങനെ എഴുതി വെച്ചപ്പോൾ ഈ നമ്മളെ പൗത്രൻ ഇനി എനിക്ക് കിട്ടാനുള്ള തടസ്സം ഈ മുത്തച്ഛനാണ് എന്ന് മനസ്സിലാക്കി. കാരണം മുത്തച്ഛനെ തട്ടിക്കളഞ്ഞാൽ പിന്നെ സ്വത്ത് മുഴുവനും എൻ്റെ കയ്യിലാണെന്ന് മനസ്സിലാക്കി മുത്തച്ഛനെ കൊന്നുകളഞ്ഞു. അപ്പോൾ അന്ന് ഈ കേസ് പരിഗണിക്കുന്ന കോടതിയുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, അന്നത്തെ നിയമം, നിലവിലുള്ള നിയമത്തിൽ കൊന്ന ആളെ ശിക്ഷിക്കാനുള്ള എല്ലാ വകുപ്പുകളുമുണ്ട്. പക്ഷേ കൊന്ന ആൾക്ക് അനന്തരമില്ല എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിളും അന്നുണ്ടായിരുന്നില്ല എന്നാണ്. നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. ഇത് 1889 നമ്മുടെ UK ഇത് നടക്കുന്നത്. അപ്പോൾ അന്ന് പോലും അത്തരത്തിൽ കൊന്ന ആൾക്കാർക്ക് അനന്തരമില്ല എന്ന് പറയുന്നിടത്താണ് ലാ യരിസുൽ ഖാതിലു ഷൈഅ എന്ന് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മളോട് പറഞ്ഞു വെക്കുന്നത്. അപ്പം ഇങ്ങനെ നോക്കിയാൽ ഓരോ വിഷയത്തിലും കൃത്യമായ ജുഡീഷ്യൽ സ്റ്റാൻഡേർഡുകൾ സ്ഥാപിക്കാൻ തിരുനബിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല, അവിടുത്തെ അനുചരന്മാരിലും ഈ പറയുന്ന രൂപത്തിലുള്ള വലിയ മാതൃകകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതം എടുത്ത് പരിശോധിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് വേണ്ടി ഒറ്റൊരു സംഭവം മാത്രം ഞാൻ പറഞ്ഞു വെക്കുകയാണ്. ഒരു ദിവസം ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് ഒരു കൂട്ടം ആളുകൾ ഒരു വ്യക്തിയെ കൊണ്ടുവരികയാണ്. ആ വ്യക്തി യഥാർത്ഥത്തിൽ ചെയ്യുന്നത് നമ്മളെ 1960 പോലീസ് ആക്ട്, കേരള പോലീസ് ആക്ടിൻ്റെ സെക്ഷൻ 51 വളരെ കൃത്യമായ ഒരു ഒഫൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. കള്ള് കുടിച്ച് അതുപോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് സ്ട്രീറ്റ് പോലെയുള്ള പബ്ലിക് പ്ലേസുകളിൽ മറ്റുള്ളവർക്ക് കലാപം സൃഷ്ടിക്കുന്ന രൂപത്തിലുള്ള അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന രൂപത്തിൽ പെരുമാറുന്നതിനെയാണ് ആ ഒഫൻസിൽ പറയുന്നത്. അപ്പോൾ അത്തരം ഒരു ഒഫൻസ് ചെയ്യുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയെ പിടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് ഈ ആളുകൾ വരുന്നു. എന്നിട്ട് അവരെ ശിക്ഷിക്കണമെന്നുള്ളതാണ് ആവശ്യം. ഉമർ റളിയല്ലാഹു അൻഹു ആ മനുഷ്യനോട് നേരിട്ട് നീ ചെയ്ത തെറ്റാ എന്താണെന്ന് ചോദിക്കുന്നു. അപ്പോൾ ആ മനുഷ്യൻ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിനെ കൂടി തെറി പറയുന്നു, ചീത്ത പറയുന്നു. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വെറുതെ വിടുന്നു. അപ്പോൾ കൂടെ വന്ന അത്രയും കഷ്ടപ്പെട്ട് അദ്ദേഹത്തിനെ കൊണ്ടുവന്ന ആളുകൾ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു, അല്ലയോ ഉമറെ, എത്ര കഷ്ടം സഹിച്ചാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്, പോരാത്തതിന് അയാൾ കുറ്റവാളിയാണ് എന്ന് നിങ്ങൾക്ക് തന്നെ നേരിട്ട് ബോധ്യപ്പെട്ടിട്ടും എന്തുകൊണ്ട് നിങ്ങൾ അയാളെ ശിക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു മറുപടിയുണ്ട്. ആ മറുപടി ഇങ്ങനെയായിരുന്നു, ഞാൻ എങ്ങാനും ഇപ്പോൾ അയാൾക്കെതിരെ വിധിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അത് വ്യക്തിപരമായി എന്നോട് ചെയ്ത തെറ്റിൻ്റെ പ്രതികാരമായി മാറിയേക്കാം. എൻ്റെ വ്യക്തിപരമായ ചില താല്പര്യങ്ങൾ കൂടി ആ വിധിയിൽ പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട്. നെമോ ജുഡെക്സ് ഇൻ കോസ സുആ എന്ന് പറയുന്നത്
നിയമത്തിലെ വലിയ അംഗീകരിക്കപ്പെട്ട ഒരു പ്രിൻസിപ്പിളാണ്, ഒരു മാക്സിമാണ്. അതായത് നോ പേഴ്സൺ ഷുഡ് ബി ജഡ്ജ് ഇൻ ഹിസ് ഓൺ കോസ് എന്നുള്ളതാണ് അത് അർത്ഥമാക്കുന്നത്. ഒരു വ്യക്തിയും അദ്ദേഹത്തിൻ്റെ തന്നെ സ്വന്തം കേസിൽ ഒരിക്കലും വിധികർത്താവായി വരരുത് എന്നത് ലോകം അംഗീകരിച്ച പ്രിൻസിപ്പിളാണ്. ഇത്തരത്തിലുള്ള ഇങ്ങനെയുള്ള പ്രിൻസിപ്പിൾസിൻ്റെ ഒരുപാട് തലത്തിലുള്ള ഉദാഹരണങ്ങൾ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതകാലത്ത്, ബഹുമാനപ്പെട്ട സ്വഹാബത്തിൻ്റെ ജീവിതകാലത്ത്, ഭരണാധികാരികളുടെ ജീവിതകാലത്ത്, ഏറ്റവും ആത്യന്തികമായി ബഹുമാനപ്പെട്ട ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലൊക്കെ ഒരുപാട് കാണാൻ കഴിയും. ഇപ്പോഴും നിയമം തൊടാത്ത ഒരുപാട് മേഖലകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യൻ സക്സഷൻ ആക്ട് ക്രിസ്ത്യാനികളുടെ അനന്തരാവകാശത്തെക്കുറിച്ച് പറയുന്ന നിയമമാണ്. അതേസമയത്ത് ഹിന്ദു സക്സഷൻ ആക്ട് ഹിന്ദുക്കളുടെ അനന്തരാവകാശത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ നിയമങ്ങളിലൊന്നും ഇല്ലാത്ത ഒരു പ്രൊവിഷൻ നമ്മുടെ മുസ്ലിങ്ങളുടെ സക്സഷൻ ആക്ട് വളരെ കൃത്യമായി ഫറായിദ് പറയുന്നുണ്ട്. അത് പിതാവിനുള്ള ഓഹരിയെക്കുറിച്ചാണ്. മറ്റൊരു നിയമവും പിതാവിൻ്റെ ഓഹരിയെക്കുറിച്ച് സംസാരിക്കുന്നില്ല. പിതാവിന് 1/6 ഷെയർ നൽകേണ്ടതും ചില സമയങ്ങളിൽ അല്ലാത്ത ഷെയർ നൽകേണ്ടതിനെ കുറിച്ച് ഫറായിദ് വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഈ സംഗതികളൊന്നും പറയാൻ ഇന്നും ആധുനിക നിയമങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എല്ലാ വിഷയത്തിലും സമഗ്രമായി മറ്റുള്ളവർക്ക് അടയാളപ്പെടുത്താൻ കഴിയാത്ത രൂപത്തിൽ ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാതൃക മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. നീതിയുടെ വിഷയത്തിലേക്ക് തന്നെ നമ്മൾ വീണ്ടും കടക്കുമ്പോൾ നീതി എന്ന് പറയുന്നത് മനുഷ്യന് മാത്രമല്ല. ഒട്ടകങ്ങളെക്കുറിച്ച് നബി തങ്ങൾ പറഞ്ഞ വാക്കെത്ര മനോഹരമാണ്. ഒട്ടകങ്ങളെ നിങ്ങൾ നല്ല സമ്പൽ സമൃദ്ധമായ കാലാവസ്ഥയിലൂടെ അതിൻ്റെ കൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ ഭൂമിയിൽ അതിനുള്ള അവകാശത്തെ നിങ്ങൾ വകവെച്ചു കൊടുക്കുക. എന്ന് വെച്ചാൽ അവർക്കതിനുള്ള ഭക്ഷണങ്ങൾ ഒരുക്കി കൊടുക്കുക, മേയാൻ അനുവദിക്കുക. ഇനി അതല്ല, നിങ്ങൾ തീർത്തും പ്രതികൂലമായ കാലാവസ്ഥയിലൂടെയാണ് നിങ്ങൾ അതിനെ നടത്തിക്കൊണ്ടു പോകുന്നതെങ്കിൽ വേഗത്തിൽ നടത്തിക്കൊണ്ടു പോവുക, അതിനെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറഞ്ഞൊരു പ്രവാചകൻ ബഹുമാനപ്പെട്ട ഷഫീഉന റസൂലുള്ളാഹി എല്ലാത്തിനോടും കാരുണ്യമായിരുന്നു. നിങ്ങൾ യുദ്ധമുഖത്താണെങ്കിൽ പോലും മരങ്ങൾ വെട്ടി നശിപ്പിക്കരുത് എന്നാണ് ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. വഇദാ സമിഅതും ബിദ്ദജ്ജാൽ വഫീ യദി അഹദികും ഫതീലത്തുൻ ഫല്യഗ്രിസ്ഹാ എന്നാണ് നബി തങ്ങൾ പഠിപ്പിച്ചത്. നിങ്ങൾ ദജ്ജാൽ വന്നു എന്ന് കേട്ടാൽ പോലും നിങ്ങളുടെ കയ്യിൽ ഒരു ചെടി ഉണ്ടെങ്കിൽ, ഒരു തൈ ഉണ്ടെങ്കിൽ അതിനെ നടണമേ എന്നാണ്. അപ്പോൾ അത്രയും പ്രാധാന്യം ഓരോ സസ്യത്തിൻ്റെ, ഓരോ മൃഗത്തിൻ്റെ, എല്ലാ ജീവജാലങ്ങളുടെയും ഓരോന്നിൻ്റെയും താല്പര്യത്തിന് കൊടുത്തൊരു നേതാവാണ് ബഹുമാനപ്പെട്ട നബി തങ്ങൾ. അതുകൊണ്ട് ആ കാരുണ്യത്തിൻ്റെ മാതൃക എന്ന് പറയുന്നത് ലോകത്ത് അതുപോലൊരു മാതൃക കഴിഞ്ഞു പോയിട്ടില്ല, ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുമില്ല എന്നാണ് പറയാനുള്ളത്. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുമ്പോട്ട് വെച്ച നിയമസങ്കല്പങ്ങളുടെയും അതുപോലെ തന്നെ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന നിയമത്തിൻ്റെയൊക്കെ മനോഹാരിതയെക്കുറിച്ചും അതിൻ്റെ ആശയ സമ്പുഷ്ടതയെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഒരുപാട് വിമർശനങ്ങൾ ഇപ്പോഴും അതിനെ ചുറ്റിപ്പറ്റി നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏറ്റവും ഒടുവിൽ നിമിഷപ്രിയ കേസിൻ്റെ സമയത്ത് ഇസ്ലാമിക ക്യാപിറ്റൽ പണിഷ്മെൻറ്റിനെ കുറിച്ചും അതിൻ്റെ ദിയ എന്നുള്ള സങ്കല്പത്തിനെക്കുറിച്ചൊക്കെ ചർച്ചകളുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് പിന്നെ ഇത്രയേറെ വിമർശനങ്ങളൊക്കെ നിലനിൽക്കുന്ന സമയത്തും ഇസ്ലാമിക ക്രിമിനൽ നിയമങ്ങളായാലും സിവിൽ നിയമങ്ങളായാലും എങ്ങനെയാണ് അതിൻ്റെ ഒരു സമ്പൂർണ്ണത കൈവരിക്കുന്നത് എന്നുള്ളതും കൂടി ചർച്ച ചെയ്ത് പോകാമെന്ന് വിചാരിക്കുന്നു. ഉദാഹരണത്തിന് ഇപ്പോൾ സിവിൽ നിയമത്തിൽ തന്നെ നമ്മൾ ഫാമിലിയിലോ പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്ന, അല്ലെങ്കിൽ നമുക്കിപ്പോഴും നമുക്ക് പോലും ഒരു ക്ലാരിറ്റി പലപ്പോഴും നമ്മൾ കൊണ്ടുവരാത്തതൊന്നാണ് ലിൽദക്കരി മിസ്ലുൽ ഹദ്ദിൽ ഉൻസൈനി എന്നുള്ളതിനെ എങ്ങനെയാണ് നമുക്കൊരു നീതിയുടെ അളവുകോൽ വെച്ചിട്ട് അലക്കാൻ സാധിക്കുക. കാരണം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്, നബിതങ്ങൾ നീതി പൂർവമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ മുമ്പോട്ട് വെച്ചിട്ടുള്ളൂ. ആ ഒരു സമയത്ത് പുരുഷൻ്റെ നേർപകുതി സ്ത്രീക്ക് കൊടുക്കണം എന്നുള്ളതിൻ്റെ ഒരു ആശയത്തെ നമുക്ക് എങ്ങനെയാണ് സമീകരിക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ അതിനെങ്ങനെയാണ് ഒരു നീതിയുടെ നീതിയുടെ ആശയമായിട്ട് എങ്ങനെയാണ് നമുക്കതിനെ മുമ്പോട്ട് വെക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അത് യഥാർത്ഥത്തിൽ ഇസ്ലാമിക സാമൂഹിക അല്ലെങ്കിൽ കുടുംബ ജീവിത ചുറ്റുപാടിനെ യഥാവിധി മനസ്സിലാക്കാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു നീതിയില്ലായ്മയായിട്ട് നമുക്ക് പറയാൻ കഴിയുക. കാരണം യഥാർത്ഥത്തിൽ എന്താണ് ഈക്വാലിറ്റി എന്നുള്ളൊരു സങ്കല്പത്തിന് നാം മുമ്പോട്ട് വെക്കുന്ന ആശയം എന്താണ്? ഇക്വിറ്റി എന്നുള്ള കാഴ്ചപ്പാടിനെ നമ്മൾ എങ്ങനെയാണ് അർത്ഥം വെക്കുന്നത്? നമ്മളൊരിക്കലും ഭരണഘടനയിൽ പോലും ഈക്വാലിറ്റി ഒരു പൂർണ്ണമായിട്ട് നടപ്പിലാക്കിയ ഒരു രാജ്യമോ ഒരു ഭരണഘടനയോ അല്ല നമ്മളെടുത്ത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഞാനത് പറഞ്ഞു വന്നത്, ഇപ്പം നമ്മുടെ ഭരണഘടനയിൽ നമ്മൾ ആർട്ടിക്കിൾ 14 സംസാരിക്കുന്ന സമയത്ത് പോലും
അവിടെ നമ്മൾ അതിനോട് ചേർത്ത് വായിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അത് SC/ST പോലെയുള്ള അല്ലെങ്കിൽ മൈനോറിറ്റി കമ്മ്യൂണിറ്റിക്ക് റിസർവേഷൻ കൊടുക്കുന്നതിൽ നിന്നും ഒരിക്കൽ പോലും ആർട്ടിക്കിൾ 14 നമ്മെ തടയുന്നില്ല എന്നുള്ള പ്രൊവിഷൻ നമ്മൾ ഭരണഘടന വായിക്കുമ്പോൾ നമ്മളതിൻ്റെ കൂടെ ചേർത്ത് വായിക്കുന്നതാണ്. നമ്മളതിനെ പേരിട്ട് വിളിക്കുന്നത് പ്രൊട്ടക്റ്റീവ് ഡിസ്ക്രിമിനേഷൻ എന്നുള്ളതാണ്. അഥവാ ആ സമൂഹത്തെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ചില വിവേചനപരമായുള്ള കാര്യങ്ങൾ നമ്മളെ ഭരണഘടന തന്നെ അംഗീകരിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത് എന്നുള്ളത് നമ്മളെ ഭരണഘടന പോലും മുമ്പോട്ട് വെക്കുന്നതാണ്. ഇസ്ലാമിൻ്റെ ആശയപരമായിട്ടുള്ള ഇസ്ലാമിൻ്റെ കുടുംബ പാശ്ചാത്തലത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ നമ്മൾ വ്യക്തമാക്കുന്നത് ഇസ്ലാം ഒരു കുടുംബത്തിൽ പ്രധാന ചുമതലകൾ നൽകിയിട്ടുള്ളത് ആർക്കാണ്, എന്താണ് ഇസ്ലാം ഒരു കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ പരിശോധിച്ച് നോക്കുമ്പോൾ പുരുഷന് നൽകിയിട്ടുള്ള ഉത്തരവാദിത്തം എങ്ങനെയാണ്, ഒരു സ്ത്രീക്ക് നൽകിയിട്ടുള്ള ഉത്തരവാദിത്തം എങ്ങനെയാണെന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നൽകിയിട്ടുള്ളത് പുരുഷനാണ് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തൻ്റെ ഭാര്യയോടായാലും മക്കളോടായാലും അവർക്ക് വേണ്ടിയുള്ള ചെലവുകളെക്കുറിച്ചും കടപ്പാടുകളെക്കുറിച്ചും ഒക്കെ ഇസ്ലാം പല ഘട്ടങ്ങളിലായിട്ട് കുടുംബത്തിനെ കുറിച്ച് നിർവചിക്കുന്ന സമയത്ത് പറഞ്ഞു വെക്കുന്നുണ്ട്. പുരുഷനാണ് അതിൻ്റെ എല്ലാവിധ ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും ഇസ്ലാം സമർപ്പിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയും. അത്തരമൊരു സാഹചര്യത്തിൽ കുടുംബ സ്വത്തിൻ്റെ ഓഹരി നമ്മൾ അതിൻ്റെ വീതം വെക്കുന്നതിൻ്റെ റേഷ്യോ എങ്ങനെയായിരിക്കണമെന്ന് ചർച്ച ചെയ്യുന്ന സമയത്തും സ്വാഭാവികമായിട്ടും ആ ഉത്തരവാദിത്തങ്ങൾക്കുള്ളൊരു പങ്ക് കൂടി പുരുഷന് ലഭിക്കുമ്പോഴാണ് അവിടെ അതിൻ്റെ നീതി സാധ്യമാവുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഓരോരുത്തരും അവരുടെ കർമ്മങ്ങളിൽ എത്രത്തോളം കർമ്മങ്ങൾ അവർ മുമ്പോട്ട് വെക്കുന്നുണ്ടോ അതിനനുസരിച്ചുള്ളൊരു പ്രതിഫലം കൂടി അവർക്ക് സാധ്യമാവുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈക്വാലിറ്റി എന്നുള്ളൊരു സങ്കല്പത്തെ യഥാവിധി നമുക്ക് അടയാളപ്പെടുത്താൻ സാധിക്കുള്ളൂ. അതല്ലാതെ എല്ലാവർക്കും എല്ലാ തരത്തിലുമുള്ള തുല്യത എന്നുള്ളതല്ല ഇസ്ലാം വിഭാവനം ചെയ്യുന്നത്. ഇസ്ലാം എന്ന് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഭരണഘടനയായാൽ പോലും എല്ലാവർക്കും ഒരേ തരത്തിലുള്ള തുല്യത എന്നുള്ള ആശയത്തെ ഒരിക്കൽ പോലും മുമ്പോട്ട് വെക്കുന്നില്ല. പ്രൊട്ടക്റ്റീവ് ഡിസ്ക്രിമിനേഷൻ അടക്കം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന റിസർവേഷൻ എന്നുള്ള ആശയം പോലും എല്ലാവർക്കും ഒരേപോലെ തുല്യത എന്നുള്ള സങ്കല്പം സാധ്യമാവില്ല എന്നുള്ളതിൻ്റെ തെളിവാണ്. കാരണം ഓരോരുത്തരുടെയും അവരുടെ പാശ്ചാത്തലവും അവരുടെ ഉത്തരവാദിത്വവും അവരുടെ സാമൂഹിക ചുറ്റുപാടിനെയും എല്ലാം കൂടി മനസ്സിലാക്കിയതിന് ശേഷമാണ് നമുക്ക് അവരുടെ അവകാശങ്ങളെക്കുറിച്ച് കൂടി സംസാരിക്കേണ്ടത്. അത്തരത്തിലുള്ള ആശയത്തെ കൂടി ഇസ്ലാമിൻ്റെ കുടുംബ വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് ആ നിയമത്തെ കൂടി മനസ്സിലാക്കുമ്പോഴാണ് ലിദ്ദക്കരി മിസ്ലിൽ ഹദൽ ഉൻസൈനി എന്ന് പറഞ്ഞതിൻ്റെ ആശയത്തെ യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ ക്രിമിനൽ നിയമങ്ങൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ തന്നെയും നമ്മൾ നിലവിൽ ആധുനിക നിയമങ്ങളൊക്കെ മുമ്പോട്ട് വെക്കുന്ന അല്ലെങ്കിൽ അതിനേക്കാൾ വിപുലമായിട്ടുള്ള അടിസ്ഥാന ആശയങ്ങളാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇസ്ലാം മുമ്പോട്ട് വെക്കുന്ന ക്രിമിനൽ നിയമങ്ങളുടെ അടിസ്ഥാന ഘട്ടം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് സ്വത്ത്, കുടുംബം, അഭിമാനം, ശരീരം, വിശ്വാസം തുടങ്ങിയ കാര്യങ്ങളുടെയൊക്കെ സംരക്ഷണമാണ്. നമ്മുടെ നിലവിലുള്ള ക്രിമിനൽ നിയമങ്ങളുടെയൊക്കെ ഒരു ചട്ടക്കൂട് എടുത്ത് പരിശോധിച്ചാൽ പോലും അതിലും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുടുംബത്തിൻ്റെയും സ്വത്തിൻ്റെയും ശരീരത്തിൻ്റെയും ഇതിൻ്റെയൊക്കെ തന്നെ സംരക്ഷണത്തെയാണ് ഇസ്ലാം വിഭാവനം ചെയ്യുന്നത്. അതുപോലെ തന്നെ ആധുനിക നിയമങ്ങളും വിഭാവനം ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ മർഡറിന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണമെന്ന് പറയുന്നത്? അത് ശരീരത്തിൻ്റെ സംരക്ഷണമാണ്. എന്തിനാണ് തെഫ്റ്റിന് നമ്മൾ പണിഷ്മെൻറ്റ് കൊടുക്കണമെന്ന് പറയുന്നത്? അത് സ്വത്തിൻ്റെ സംരക്ഷണമാണ്. ഇത് അതേപോലെ തന്നെ അത്തരത്തിലുള്ള 4 അടിസ്ഥാന തത്വങ്ങളിൽ ഊന്നിയാണ് ഇസ്ലാമിക ക്രിമിനൽ നിയമങ്ങൾ പോലും നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത്, അതിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ തന്നെ ഇസ്ലാമിൻ്റെ ക്രിമിനൽ നിയമങ്ങളെ അപരിഷ്കൃതമെന്ന് നമ്മൾ അത്തരത്തിലുള്ള വിമർശനങ്ങൾ നമ്മൾ ഉണ്ടാവുമ്പോൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിക ക്രിമിനൽ നിയമങ്ങളുടെ അടിസ്ഥാന തത്വത്തെയോ അതിൻ്റെ ആശയത്തെയോ മനസ്സിലാക്കുന്നത് കൊണ്ടാണ്. എപ്പോഴാണ് ഇസ്ലാം ഒരു ക്യാപിറ്റൽ പണിഷ്മെൻറ്റിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു നിബന്ധന എപ്പോഴാണ് അതിലേക്ക് എത്തിപ്പെടണം എന്നുള്ളത് ഇസ്ലാം മുമ്പോട്ട് വെക്കുന്നത്? നമുക്കതിന് മുമ്പ് ഇന്ത്യൻ നിയമം എന്താണ് അതിൽ പറയുന്നതെന്നും കൂടി നോക്കാം. റയറസ്റ്റ് കേസസിൽ സ്വാഭാവികമായിട്ടും ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കാം എന്നുള്ളത് സുപ്രീം കോടതിയുടെ വിധിയായിട്ട് നിലനിൽക്കുന്ന രാജ്യമാണ് നമ്മുടേത്. അഥവാ റെയർ ആയിട്ടുള്ള ഒരു കേസാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ സുപ്രീം കോടതിക്ക് ഒരു മർഡറിന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കാൻ നമ്മുടെ സുപ്രീം കോടതി അനുവദിക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമം. ഇസ്ലാമിക നിയമത്തിൽ ഒരു വ്യക്തിക്ക് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ തെളിവുകളെല്ലാം പൂർണ്ണമായിട്ടും ഓക്കെ ആയിരിക്കണം. അത് മാത്രമല്ല, കൊലപാതകം സംഭവിക്കുന്ന സമയത്ത് തന്നെ നമുക്കതിന് 3 കാറ്റഗറി ആയിട്ട് തിരിക്കുന്നുണ്ട്. അംദ്, ഷിബ്ഹ്, അതുപോലെ തന്നെ ഹത്ത് അഥവാ മനഃപൂർവ്വം നടത്തുന്ന കൊലപാതകം, മനഃപൂർവ്വം അല്ലാത്ത കൊലപാതകം, പിഴവോട് കൂടി നടക്കുന്ന കൊലപാതകം. ഇതിൽ തന്നെ മനഃപൂർവ്വം നടത്തുന്ന കൊലപാതകങ്ങൾക്ക് മാത്രമേ ഇസ്ലാം ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് മുന്നോട്ട് വെച്ചിട്ടുള്ളൂ. അതിൽ തന്നെ അവരുടെ കുടുംബം അത് വിട്ടുകൊടുക്കാൻ വേണ്ടി തയ്യാറാവുകയാണ് എന്നുണ്ടെങ്കിൽ ഫിദിയ സ്വീകരിച്ചുകൊണ്ട്
പുറത്തു കൊടുക്കാൻ വേണ്ടി തയ്യാറാവണമെങ്കിൽ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് നടപ്പിലാക്കണമെന്ന് ഇസ്ലാം പറയുന്നില്ല. അതുപോലെ തന്നെ ഹത്ത് ആണെങ്കിലും ഷിബുഹ് ഹംദാണെങ്കിലും അതിനും തഴസീർ മാത്രമാണ് ഇസ്ലാം മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. അവിടെയും എന്തില്ല, ഖിസാസ് മുമ്പോട്ട് വെച്ചിട്ടില്ല. അഥവാ അവരുടെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ തന്നെ നമ്മളിനി നമ്മുടെ ക്രിമിനൽ നിയമങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും അടിസ്ഥാനം എന്നുള്ളത് മെൻസ്രിയ, ഇൻറ്റൻഷൻ എന്നുള്ളതാണ്. ഒരാളുടെ ഇൻറ്റൻഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ അതിൽ ഒരു ക്രിമിനൽ കുറ്റകൃത്യത്തിൽ നമ്മൾ അതിൽ വിധി നടപ്പിലാക്കേണ്ടത്. ഇൻറ്റൻഷനോട് കൂടിയാണ് കൊലപാതകം നടത്തിയത് എന്നുണ്ടെങ്കിൽ, അഥവാ അംദൻ മനഃപൂർവ്വമാണ് ഒരു കൊലപാതകം നടത്തിയത് എന്നുണ്ടെങ്കിൽ അതിൽ കുടുംബത്തിന് അതിൽ അവർ വിട്ടുകൊടുത്ത് മാപ്പാക്കാൻ തയ്യാറാവുകയും ചെയ്യാത്ത സാഹചര്യത്തിൽ അതിൻ്റെ പൂർണ്ണമായ തെളിവുകളെല്ലാം ഹാജരാക്കിയ ശേഷം മാത്രമേ ഇസ്ലാം ഒരു ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് എന്നുള്ള ഒരു ആശയത്തെ ഇസ്ലാം വിഭാവനം ചെയ്യുന്നുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്തരത്തിൽ ഇസ്ലാം മുമ്പോട്ട് വെക്കുന്ന നിയമ പരിഷ്കാരങ്ങൾ അല്ലെങ്കിൽ നിയമത്തിൻ്റെ തത്വങ്ങളെല്ലാം തന്നെ പരിശോധിക്കുമ്പോൾ ഇസ്ലാമിൻ്റെ തുടർന്നുള്ള അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള സാമൂഹിക ജീവിതങ്ങളെയും ചുറ്റുപാടുകളെയും കൂടി തിരിച്ചറിയുന്ന സമയത്ത് അത് കൂടുതൽ നീതിയുക്തവും ആ സന്ദർഭത്തോടും ആ സാഹചര്യത്തോടും ആ സാമൂഹിക ചുറ്റുപാടിനോടും ഏറ്റവും യോജിച്ചതുമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് അപ്പോൾ വ്യത്യസ്തമായ രീതിയിൽ എങ്ങനെയാണ് നബിത്തങ്ങൾ മാതൃകയാകുന്നത് എന്നാണ് നമ്മൾ ഇതുവരെ സമർത്ഥിച്ചത്. പലതരത്തിലുള്ള സാമ്യതകൾ നമുക്ക് പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കും. ഇപ്പോൾ നേരത്തെ ഫിർദോസ് ഉസ്താദ് പറഞ്ഞതുപോലെ ഇൻറ്റൻഷൻ ഒരു ക്രൈം ആവണമെങ്കിൽ അവിടെ 2 നിബന്ധനകളാണ് പറയുന്നത്. ആക്ടസ് റിയ, മെൻസ് റിയ. ഒരാളുടെ പ്രവർത്തനം വേണം, അതോടൊപ്പം ഇൻറ്റൻഷൻ, നീയത്ത് വേണം എന്നുള്ളത്. NDPS ആക്ട് പോലെയുള്ള അബ്സല്യൂട്ട് ലിയാബിലിറ്റി വരുന്ന ചുരുക്കം ചില ഒഫൻസുകൾ ഒഴിച്ചാൽ ബാക്കി എല്ലാറ്റിലും ഒരു ഒഫൻസ് ആവണമെങ്കിൽ അവിടെ നീയത്ത് നിർബന്ധമാണ്. ഈ നീയത്ത് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ ശരിക്കും അതിൻ്റെ റൂട്ടിലേക്ക് ഇറങ്ങി പരിശോധിച്ചാൽ മനസ്സിലാവും അത് അറബിയിൽ നിന്നാണ് വരുന്നത്. അതേപോലെ തന്നെ നമ്മൾ ജനറൽ ഡിഫൻസിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ മനസ്സിലാകുന്ന ജനറൽ ഡിഫൻസ്, ഒരു കുറ്റകൃത്യം ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് അതിൽ നിന്ന് ഊരിപ്പോകാനുള്ള ഒരുപാട് വകുപ്പുകൾ ജനറൽ ഡിഫൻസിൻ്റെ അകത്തുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് നെസസിറ്റി എന്ന് പറയുന്നത്. നെസസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ അറബിയിൽ ലറൂറത്ത് എന്ന് പറയുന്നത് പോലെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ പന്നിമാംസം കഴിക്കുക എന്ന് പറയുന്നത് ഹറാമാണ്, പക്ഷേ അയാൾക്ക് മറ്റൊന്നും ലഭിക്കാത്തൊരു സാഹചര്യത്തിൽ അയാൾ പന്നിമാംസം കഴിക്കുന്നത് ഹറാമല്ലാതായി മാറുന്നു എന്നുള്ളതുപോലെ ഒരാളൊരു കുറ്റകൃത്യം ചെയ്യുന്നത് വേറൊരു നിവൃത്തിയുമില്ലാതെയാകുമ്പോൾ അത് ഹലാലായി മാറുന്ന, അല്ലെങ്കിൽ അത് ഒരു കുറ്റകൃത്യമല്ലാതായി മാറുന്ന, ഇത്തരത്തിലുള്ള ഒരുപാട് ആശയങ്ങൾ, കോൺസെപ്റ്റുകൾ നമ്മൾ നേരിട്ട് അതിൻ്റെ റൂട്ടിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അത് ഇസ്ലാമിൽ നിന്ന് കടം കൊണ്ടതായിട്ട്, നിബിത്തങ്ങളിൽ നിന്ന് മാതൃക സ്വീകരിച്ചതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് കൂടുതൽ പഠനങ്ങളിലേക്ക്, കൂടുതൽ ഗവേഷണങ്ങളിലേക്ക് നമ്മുടെ ഇത്തരം വേദികൾ കാരണമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നമ്മുടെ ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.